മാനന്തവാടിയിൽ 4 മനുഷ്യമൃഗങ്ങളുടെ ക്രൂരതയ്ക്കിരയായ ആദിവാസി യുവാവിൻ്റെ പ്രതികരണം എത്തിയിട്ടുണ്ട്. ഹൃദയഭേദകമാണ്. പച്ച ശരീരം റോഡിലൂടെ വലിച്ചിഴച്ചപ്പോൾ ഉണ്ടായ അനുഭവവും ആ സംഭവവികാസത്തെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. ഇന്നലെയാണ് മാനന്തവാടിക്ക് സമീപമുള്ള കൂടൽക്കടവിലെ ചെക്ക് ഡാം കാണാനെത്തിയ മനുഷ്യമൃഗങ്ങൾ വാക്കുതർക്കത്തിൻ്റെ പേരിൽ പച്ച മനുഷ്യനെ വാഹനത്തിൻ്റെ ഡോറിൽ കുടുക്കിയ ശേഷം റോഡിലൂടെ വലിച്ചിഴച്ചത്. ആ സംഭവത്തെക്കുറിച്ച് മാതൻ എന്ന ആദിവാസി യുവാവ് പറയുന്നത് കേൾക്കും. പിന്നെ സാധനം വെച്ചിട്ട് കട നിൽക്കുമായിരുന്നു. അപ്പൊ അവര് എന്തോ കുറെ നേരം വർത്തനം പറഞ്ഞു. ഞാൻ എന്നറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്നാണ്. അന്നത്തിന് ആ ഡോർ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന മറ്റേതിലേക്ക്. അന്നേരത്തിന് ആ ഡോർ ഒറ്റ അടക്കല്ലേ. എന്നിട്ട് അവര് നിർത്തിയില്ല. വായിച്ചോട്ടെ ഞങ്ങൾ ഒന്ന് പാലത്തിട്ട് അവിടെ വരെ പോകുന്നു. ഡോർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോയി. അല്ലെങ്കിൽ കൈ കുടുങ്ങിയോ? കുടുങ്ങിട്ട് അങ്ങ് വലിച്ചോണ്ട് കൊടുത്തോണ്ട് പോയി. അവർ 4 ആളുണ്ട്. എവിടെയുള്ളതെന്ന് അറിയത്തില്ല. അവരെ ചെക്കടമ്പിലിട്ട് കുളിക്കാൻ വേണ്ടി വന്നാണ്. അന്നേരം അവിടുന്ന് ഒച്ചപ്പടം ബഹളൊക്കെ ആയിട്ട് നിങ്ങൾ കടയിലേക്ക് വന്നു. അവിടെ നിന്ന് പിന്നെ ഈ കല്ലൊക്കെ എടുത്ത് കുളിച്ചേക്കോ മറ്റേ അറിയാൻ വേണ്ടി എന്റെ വണ്ടിക്കെങ്ങാണ്ട്. അവിടുന്ന് ഞാൻ അവർക്ക് വേറെന്തെങ്കിലും അയക്കുന്നപ്പോൾ ഞാൻ അടുത്തേക്ക് പോയി. അത് മുമ്പത്തിന് വെച്ചങ്ങ് ഡോറിലേക്ക് ഞാൻ ഇങ്ങനെ പിടിച്ച് വെച്ചടക്കല്ലേ. എന്നിട്ട് തുറന്നില്ല. പിന്നെ എന്നെയും വലിച്ചെടുത്തോട് അങ്ങോട്ട് പോയി. അങ്ങനെ പാലത്തിന്റെ അവിടെ വരെ 2 കാലിൻ്റെ ഒക്കെ പോയി. ഇവിടുത്തെ ഇതൊന്നും ഇല്ല. ഇവിടെ എല്ലാം കൂടി കഞ്ഞി കുടിച്ചോ? അപ്പൊ ചായ കുടിച്ചോ? ആരല്ല കൂടെ ഉള്ളാരാ? അനിയനുണ്ട്. മടന്ന് നടക്കാൻ പറ്റൂല അല്ലേ? മടന്ന് നടക്കാൻ പറ്റൂല. സന്ധിയിലൊക്കെ തൊഴിലെടുക്കും. കാലിനും പറ്റുണ്ടോ? കാലിന്റെ ഇപ്പൊന്നില്ല. ഇതായി പോയി കണ്ടിച്ചിട്ട് ചെക്കന്മാരാ വണ്ടിയിലുണ്ട്. ചെക്കന്മാര് നിങ്ങൾ വിടാൻ പറഞ്ഞ വീട്ടില്ല. ഇല്ലാന്ന് വണ്ടി നിർത്തുവാണെങ്കിൽ അങ്ങനെ ഊരിട്ട് അങ്ങനെ വിടാനും പറ്റൂല. ചിലപ്പോ ടയറിന്റെ മേലെ കയറിയാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചോണ്ടിരുന്ന തന്നെ. അവര് പിടിച്ചു. അവര് 2 ആളും കൈ പിടിച്ചു. മുമ്പിൽ പുറകിരിക്കാൻ പിടിച്ചു. ആശുപത്രിയിലാക്കി വന്നിട്ട് അവിടെ കണ്ടാൽ കുറെ എണ്ണം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ അവരെല്ലാം കൂടി വെള്ളിമുഖം വിളിച്ചിട്ട് കൊണ്ടുമാറി. എവിടെ? ചാലിക്കത്തല്ലേ വീട്? അല്ല, ഉരുളക്കടവ്. ഡാമിന്റെ അങ്ങത്തറോ? ആ ഡാമിന്റെ അടുത്ത് തന്നെ. തന്നെ ഡോറിന്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയി. നമ്മൾ നിർത്തിയേച്ച് കുഴപ്പമില്ല. പോയിരുന്ന സമയത്ത് നിർത്തിപ്പോയില്ല. വലിച്ചോണ്ട് എടുത്തോണ്ട് പോയി. എനിക്ക് എന്താ ഭാഗത്ത് കുറച്ചങ്ങ് എത്തി കഴിയുമ്പോഴത്തേന് ഇവര് ഈ ഡോറിന്റെ കുറച്ച തുറന്നേച്ച് എന്നിട്ട് നിർത്തിയില്ല. എന്നോട് തള്ളിട്ടേച്ച് അമ്മരെ വണ്ടി എടുത്തിട്ട് പോയി. മദ്യപിച്ചാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അവന്മാരുടെയൊക്കെ മാനസികാവസ്ഥ ആലോചിക്കുകയാണ്. ഒരു മനുഷ്യനെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുമ്പോൾ എന്ത് തരം മാനസിക അവസ്ഥയായിരുന്നു അവനൊക്കെ ഉള്ളത് എന്ന് ആലോചിക്കുമ്പോൾ ഇവനൊന്നും ഈ സമൂഹത്തിൻ്റെ ഇടയിൽ മനുഷ്യക്കോലത്തിൽ ജീവിക്കാൻ അർഹരല്ല. അല്ലെങ്കിൽ ഇത്തരം മൃഗീയമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവനൊന്നും മുതിരുമായിരുന്നില്ല. നിയമങ്ങളും നടപടികളും ഉണ്ടെങ്കിലും മനോഭാവം നോക്കണേ. ആദിവാസി യുവാവെന്ന് കണ്ടപ്പോൾ അവനൊക്കെ ഒരു പുച്ഛം. അവരെയൊക്കെ റോഡിലൂടെ കെട്ടി വലിക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവനൊന്നും ഇനി ജയിലിടിഞ്ഞാൽ പുറത്തു വരരുത്. അത്രമാത്രം ക്രൂരകൃത്യമാണ് ഈ ചെയ്തിരിക്കുന്നത്. ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന അതിന് കൃത്യതയുള്ള മറുപടിയാകണം ഇവൻ്റെയൊക്കെ ശിക്ഷ. ജയിലിടിഞ്ഞാൽ പുറം ലോകം കാണരുത്. ഇവനൊന്നും ഇനി മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കാൻ യോഗ്യതയില്ലാത്തവനാണ്. അത്രമാത്രം നികൃഷ്ടമായ മനസ്സുള്ളവരാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇവനെയൊക്കെ തൂക്കിയെടുത്ത് കൽത്തുറങ്കൽ വെളിച്ചം കാണാതെ അടയ്ക്കുക തന്നെ വേണം. ഇത് സമൂഹത്തിൽ ഇത്തരം മനസ്സുമായി നടക്കുന്നവന്മാർക്കുള്ള താക്കീത് കൂടിയാകേണ്ടതുണ്ട്. കാര്യം ഇപ്പോഴും ജാതിവെറിയും മതവെറിയും നിറത്തോടുള്ള അറപ്പുമായി നടക്കുന്നവന്മാർക്ക് ഇതൊരു മുന്നറിയിപ്പ് കൂടി ആയി മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ.